രാജ്യത്തെ ദളിതാക്രമണങ്ങൾ ഇന്ന് ലോക്സഭാ ചർച്ചയും പി കരുണാകരൻ എം പി നൽകിയ നോട്ടീസിലാണ് ചർച്ച. അതേസമയം രാജ്യസഭ ദേശീയ വിദ്യാഭ്യാസ നയവും ചർച്ചയ്ക്കെടുക്കും. വിശദാംശങ്ങളുമായി സന്തോഷ് സാർലൈൻ ചേരുന്നു. സന്തോഷ്, എപ്പോഴായിരിക്കും വിഷയം ചർച്ചയ്ക്ക് എടുക്കുക? അതീവ ഗൗരവത്തോടു തന്നെയാണോ ഈ വിഷയത്തെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത്? പ്രതീക്ഷ അല്പസമയത്തിനകം ലോക്സഭ ദളിത് വിഷയത്തിലേക്കുള്ള ചർച്ചയിലേക്ക് കടക്കും. പി കരുണാകരൻ എം പി നൽകിയ നോട്ടീസിലാണ് ഹ്രസ്വ ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതേ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ അടിയന്തര പ്രമേയവുമായി മറ്റും ലോക്സഭയിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും അതൊക്കെ സ്പീക്കർ തള്ളിയിരുന്നു. പക്ഷേ പി കരുണാകരൻ എം പി ചട്ടം 193 പ്രകാരം നൽകിയ നോട്ടീസിൽ ഹ്രസ്വ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയായിരുന്നു. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇക്കാര്യത്തിൽ ഒരുമിച്ച് തന്നെ എത്തുമെന്നാണ് സൂചന. കാരണം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ശക്തമായ എതിർപ്പുണ്ട്. നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പാർലമെന്റിനുള്ളിൽ മറുപടി പറയണം എന്നാണ് ഇടതുപക്ഷവും ആവശ്യപ്പെടുന്നത്. കാരണം നേരത്തെ ഈ വിഷയത്തിൽ അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മധ്യപ്രദേശിൽ ഒരു പൊതുചടങ്ങിൽ സംസാരിച്ചെങ്കിൽ പോലും സഭയ്ക്കുള്ളിൽ ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ നരേന്ദ്രമോദി ഇടപെട്ട് സംസാരിക്കും എന്നാണ് അറിയേണ്ടത്. ഇതുവരെ BJP-യിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം അദ്ദേഹം സംസാരിക്കാൻ ഇടയില്ല. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് ആയിരിക്കും സംസാരിക്കുക. പക്ഷെ മോദി സംസാരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിപക്ഷ ബഹളത്തിനും ഇടയാക്കും. അതേസമയം രാജ്യസഭയാകട്ടെ ഉത്തർപ്രദേശ് സർക്കാരിന് പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചുള്ള ബഹളത്തിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. സന്തോഷ് വിശദാംശങ്ങൾ നൽകി.